ഇല്ലാത്തത് കൊണ്ട് ആ ചെറിയ ഗ്യാപ്പ് കൂടെ എനിക്ക് അത് സിമ്പിളായിട്ട് ചാടി കടക്കാൻ വേണ്ടി സാധിക്കും. എൻ്റെ കൂടെയുള്ള ആളുകൾക്കൊക്കെ 2 കാലായതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടി ചാടി കടക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എൻ്റെ സുഹൃത്തുക്കൾക്ക് ഒരു കാലില്ലാത്തതിന്റെ പേരിൽ എന്നോട് അസൂയ തോന്നിയ നിമിഷങ്ങളാണ് അത്. ഞാൻ കാലില്ലാത്തത് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നിയത് ആ സമയത്താണ്. അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയിട്ട് ഹോസ്റ്റലിലെ വാടം പിടിച്ചിട്ട് പലരെയും പുറത്താക്കുകയും പണിഷ്മെന്റ് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ 3 കൊല്ലം പഠിച്ചിട്ടും എന്നെ ഇതുവരെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതെനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. അതുപോലെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കോളേജ് ടീമിന്റെ ജേഴ്സി അണിയണമെന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവിടുന്ന് ആർച്ചറി എന്ന് പറയുന്ന പുതിയ ഐറ്റം പഠിക്കുകയും അതിൽ പങ്കെടുക്കുകയും കോളേജിന് വേണ്ടി ആർച്ചറി പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടിയ ഫുട്ബോൾ കളിക്കുമ്പോഴാണ്. ഫുട്ബോൾ കളിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷവും ഫീലിങ്സും സമാധാനമൊന്നും എനിക്ക് വേറെ എന്ത് ചെയ്താലും എന്ത് കളിച്ചാലും എനിക്ക് കിട്ടൂല. അങ്ങനെ ഞാൻ ഹോസ്റ്റൽ ടീമിന്റെ കൂടെ അല്ലെങ്കിൽ ഹോസ്റ്റലിലെ കുട്ടികളുടെ കൂടെയൊക്കെ എല്ലാ ദിവസവും വൈകുന്നേരവും ഞാൻ ഫുട്ബോൾ കളിക്കലുണ്ട്. അങ്ങനെ ദിവസവും ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ കോളേജിന്റെ കോച്ച് നിയാസ് ഒളിമ്പ്യൻ റഹ്മാന്റെ ബന്ധുവാണ്. മൂപ്പര് നിയാസ് റഹ്മാൻ എന്നാണ് പേര് എൻ്റെ ഫുട്ബോൾ ടീമിന്റെ കോച്ചിന്റെ. നിയാസ് എൻ്റെ അടുക്ക വന്നിട്ട് ഇങ്ങനെ ആംപ്യൂട്ടി ആയിട്ടുള്ള ആളുകളുടെ ഫുട്ബോൾ ടീം ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഞാൻ അതിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞ് അങ്ങനെ ഞാൻ അന്വേഷിച്ച് നടന്നപ്പോൾ എനിക്ക് മനസ്സിലായത് കേരളത്തിലും ഇന്ത്യയിലും ഒന്നും ആംപ്യൂട്ടി ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു ടീം ഇല്ല എന്നാണ്. അപ്പോൾ നിയാസ് എന്നോട് അടുത്തതായിട്ട് പറഞ്ഞത് ഇതുപോലുള്ള 10 ആളുകളെ സംഘടിപ്പിച്ചാൽ ഒരു 5 ഫുട്ബോൾ ടൂർണമെന്റ് നമുക്ക് വെക്കാന്ന് പറഞ്ഞപ്പോ പിന്നെ എന്റെ ചിന്ത മൊത്തം ഇതുപോലുള്ള 10 ആളുകളെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആയി. അങ്ങനെ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് വീടുകളിൽ ഒരുപാട് ആളുകളെ ഞാൻ തേടി അലഞ്ഞ് നടന്നിട്ടുണ്ട് ഇതുപോലെ ഒരു ഫുട്ബോൾ ടീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അന്ന് കളിക്കാൻ ആഗ്രഹമുള്ള വീട്ടുകാർക്ക് പ്രശ്നമാണ് കളിക്കാൻ വിടുന്നതിന്. ചിലർക്ക് ഇങ്ങനെയുള്ള അപകടത്തിന് ശേഷം 2ാമത് കളിക്കാൻ വേണ്ടിയിട്ട് പേടിയാണ്. അങ്ങനെയുള്ള ഒരുപാട് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന സമയത്താണ് ഒരു സ്ഥലത്ത് വെച്ചിട്ട് എനിക്ക് കേരളത്തിൽ പാരാലിമ്പിക്സ് സ്പോർട്സിന്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു സാറ നമ്പർ കിട്ടിയത്. അങ്ങനെ ആ സാറ നമ്പർ കിട്ടിയിട്ട് ഞാൻ ആ സാറെ വിളിച്ചപ്പോൾ സാർ എന്നോട്